ഹായ് ഹലോ എല്ലാവരും എന്നെ എടുക്കുക. ഞാൻ ഈ ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? ഇപ്പം 30 വയസ്സ് 35 വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മുഖം അങ്ങ് ഒരു 40 വയസ്സ് 50 വയസ്സുള്ള കണക്കാകും ഇപ്പോൾ ഉള്ള പിള്ളേരുടെ മുഖമല്ല അല്ലേ? അപ്പം ആ ചുരുക്കങ്ങൾ മാറാനും പ്രായമായാലും 50 കഴിഞ്ഞാലും നമ്മുടെ ഫേസ് എപ്പോഴും യങ്ങായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നും കയ്യും കാലിലെ സ്കിന്നെല്ലാം യങ്ങായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഫേസ് മാസ്ക് ഇത് രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഇട്ടുകൊണ്ട് കിടന്നാൽ മതി കേട്ടോ. ഇതിന് ഞാൻ ഞങ്ങളുടെ വീട്ടിലുള്ള അലവേറ തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. ഇതിങ്ങനെ ഒന്ന് വെട്ടിയെടുത്തിട്ട് അതിൻ്റെ മഞ്ഞ പഴുപ്പ് കളറിലൊരിത് വരും, ലിക്വിഡ് വരും. അത് പോകാൻ വേണ്ടിയിട്ട് അത് സൈഡിലോട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത് എന്നെല്ലാം നോക്കാതെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് 1 സ്പൂൺ ഫ്ലെക്സീഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ ചൂടാകട്ടെ. ഇത് ചെറിയ തീയിൽ വെച്ചാൽ മതിയേ. നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒരു ലിക്വിഡ് മാതിരി വരും. നല്ലപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കണം. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കൊരു സ്റ്റൗ ഓഫാക്കിയിട്ട് ഒന്ന് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ച ഉടനെ തന്നെ നമ്മൾ എന്നെ എടുക്കണമെന്നറിയാമോ? അരിച്ചെടുത്തേക്കണം. ഒത്തിരി ആറിക്കഴിഞ്ഞാൽ ആ അരിപ്പയിൽ ഇത് വരത്തില്ല, അരിപ്പയിലും വരത്തില്ല, തുണിയിലും അരിക്കാൻ പറ്റത്തില്ല. അത് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് അത് ഒരു സൈഡിലോട്ട് വെച്ചേക്കാം. അത് ആറട്ടെ. നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്നില്ലേ അലവേറ, അത് നമുക്ക് നല്ലപോലെ കഴുകിയിട്ട് ഈ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് എടുക്കാവേ. ഇത് കണക്ക് ചെറിയ ചെറിയ പീസ് മതി. എടുത്തിട്ട് നല്ലപോലെ കഴുകണം. 2-3 വെള്ളത്തിൽ കഴുകണം. എന്നാന്ന് പറഞ്ഞാൽ നമ്മളത് ഫേസിലിടുന്നതല്ല. ചില ആൾക്കാർക്ക് അലർജി മാതിരി വരും, ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. ഇത്രയും വലിയ പീസ് മതി, ചെറുതാണേ. ഈ പരുവത്തിലുള്ളത് മതി. ഇത് ഞാനൊരു 3-4 പ്രാവശ്യം ഓരോ ഇതിലും വെള്ളത്തിലിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മളെടുത്ത് മിക്സിയിലോട്ട് മാറ്റി മിക്സി ജാറിൽ വെച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നമുക്ക് ആ പച്ച തൊലി ഇരുന്നാലും കുഴപ്പമില്ല. എന്നു പറഞ്ഞാൽ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ല ഫിൽറ്റർ ചെയ്താണ് എടുക്കുന്നത്. എടുത്ത് നല്ലപോലെ അരിച്ച് എടുക്കണം. അതിന് ശേഷം നമുക്ക് വേണ്ടത് ചോളമാവാണ് കേട്ടോ, കോൺഫ്ലവർ. ചോളമാവും കൂടെ എടുത്ത് അതിന് ഞാനൊരു 1.5 സ്പൂൺ എടുത്ത്, ഞാൻ ആദ്യം 1 സ്പൂൺ ഇട്ടായിരുന്നു, അത് കണ്ടില്ല, അതിൻ്റെ അകത്ത് കിട്ടിയില്ല. 1.5 സ്പൂൺ എടുത്ത് നമ്മൾ അരിച്ചെടുത്ത് ആ വെള്ളത്തിലോട്ട് തന്നെ ഇതും കൂടെ മിക്സ് ചെയ്ത് പിന്നെ ഒരു അടിക്കണം. അപ്പോഴേ എന്താ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അഗൈൻ നമ്മൾ ഇത് ഒന്നും കൂടെ ഫിൽറ്റർ ചെയ്യണം. ഫിൽറ്റർ ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് വല്ല കട്ടയോ ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോളും. എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസിലിടാനുള്ളതല്ലേ. അതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മറ്റേ ഫ്ലെക്സീഡ് ജെല്ലുണ്ടല്ലോ, ആ ജെല്ലും കൂടി ഇതിനും കൂടെ മിക്സ് ചെയ്യണം. കുറച്ച് മതി കേട്ടോ, ഒത്തിരി വേണ്ട. 1 സ്പൂൺ ഒരു 1/2 ഗ്ലാസ്, ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തതാണ്. അത് സ്പൂൺ വെച്ചാൽ ഇതൊന്നും മിക്സ് ചെയ്യാനൊന്നും മിക്സ് ആകത്തില്ല, അതിങ്ങനെ കിടക്കും. പിന്നെ ഞാൻ എന്നാ ചെയ്തെന്നറിയാം, നമ്മുടെ ആയുധത്തെ കയ്യിലെടുത്തു. നല്ലപോലെ ഡങ്ക് ഒരു അടിച്ചടിയിൽ അത് എങ്ങനായിട്ടെന്നറിയാവോ? സൂപ്പറായി. നമ്മൾ വയസ്സായെന്ന് പറഞ്ഞുകൊണ്ട് കുത്തിയിരിക്കല്ലേ കേട്ടോ. നമ്മൾ നമ്മുടെ മുഖവും നമ്മുടെ ശരീരവും നമ്മളെ സ്നേഹിക്കണം. അപ്പോഴേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നത്തുള്ളൂ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യണമെന്നാൽ ഈ നമ്മുടെ സ്കിന്നിൽ എവിടെയാണ് ചുരുങ്ങിയിരിക്കുന്നത്, നമ്മുടെ കൈപ്പത്തി, പിന്നെ നമ്മുടെ മുഖം, താടിയുടെ താഴെ, കഴുത്ത് എല്ലാം രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് കിടക്കണം. അതങ്ങനെ ഇട്ടിട്ട് നമുക്കങ്ങ് കിടക്കാം കേട്ടോ. ബാക്കിയിരിക്കുന്നത് ഒരു പാത്രത്തിൽ, നല്ലൊരു അടപ്പുള്ളൊരു പാത്രത്തിലോട്ടാക്കി അടച്ച് ഫ്രിഡ്ജ് വെച്ചേക്കണം. എന്നാന്ന് പറഞ്ഞാൽ നമ്മളത് നാച്ചുറൽ സാധനമല്ലേ എല്ലാം എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചേക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.